നമ്മള് യൂണിവേഴ്സിറ്റികളുടെ വീഡിയോസ് ഇടുന്നുണ്ട്. അതുപോലെ ലൈറ്റ്, നമ്മുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ലൈറ്റ് ആണ്, ലൈറ്റ് ബിസിനസ് ആണ്. സോ ലൈറ്റിന്റെ വീഡിയോസ് ഇടുന്നുണ്ട്. അത് ഒപ്പം തന്നെ നമ്മൾ റിയൽ എസ്റ്റേറ്റും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നമ്മളെ കമ്മീഷൻ ഒന്നും മേടിച്ചിട്ടല്ല ഇതുവരെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. ആർക്കെങ്കിലും ഒക്കെ ലാൻഡ് വിൽക്കണം, കുറച്ച് പ്ലോട്ട് ഉണ്ട്, അത് വിൽക്കണം, അതുപോലെ കെട്ടിവെക്കുന്ന വീട് കെട്ടിവെക്കുന്ന ഇതുവരെ വിറ്റിട്ടില്ല, അത്യാവശ്യമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ഒരു സർവീസ് പോലെ നമ്മൾ വീഡിയോസ് ഇടും. വരുന്ന നമ്പേഴ്സ് നമ്മൾ അവരുടെ നേരിട്ട് ഡയറക്റ്റ് ആ കസ്റ്റമറിന്റെ നമ്പറും കൊടുക്കാറാണ് പതിവ്. സോ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് ഇപ്പൊ നമ്മൾ ഇടാത്ത കാരണം ഒരു മൊത്തത്തിൽ ഒരു ലോകം മൊത്തം ഒരു ചെറിയ പേടി ഉള്ള ഒരു സമയമാണ്. കാരണം വേൾഡ് വാർ വരുമോ എന്ന് എല്ലാവർക്കും ഒരു പേടി. കാരണം യുക്രൈനും റഷ്യയും തമ്മിലുള്ള വാറിനെ പറ്റി നിങ്ങൾക്കറിയാം. ഇപ്പൊ ആണെങ്കിൽ ജോ ബൈഡൻ ഒരു പ്രസ്താവന ഇറക്കി, അതായത് ഈ അമേരിക്കൻ വെപ്പൺസ് ഡിഫെൻസീവ് അല്ലാതെ ഒഫെൻസീവ് ആയിട്ട് ഉക്രൈനെ യൂസ് ചെയ്യാം. സോ അവരെന്ത് ചെയ്തു, ശക്തമായിട്ട് തിരിച്ച് റഷ്യ അടിച്ചു. റഷ്യയും തിരിച്ച് നല്ല പോലെ വോർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കൂടെ റഷ്യയുടെ കൂടെ നോർത്ത് കൊറിയയും കൂടെ വന്ന് ജോയിൻ ആയിട്ടുണ്ട്. സോ അഥവാ ഒരു വാർ വരുവാണെങ്കിൽ മൊത്തം ഒരു അനിശ്ചിതാവസ്ഥ മൊത്തത്തിൽ പരക്കുന്നതായിരിക്കും. ജോലിക്കാവട്ടെ, ഇപ്പൊ US-ന്റെ സ്റ്റോക്ക് ഒക്കെ ഇടിയും അഥവാ വാർ വന്ന. അപ്പൊ പിന്നെ നമ്മുടെ ഐ ടി കമ്പനിയാണ് നമ്മുടെ മെയിൻ സോഴ്സ്. IT കമ്പനികളെല്ലാം തകരും. അപ്പൊ നമ്മുടെ ജോലി കുറെ പേർക്ക് പോവും. പിന്നെ നമ്മുടെ ലൈറ്റ് ബിസിനസ്സും കുറെ, അപ്പം എല്ലാ ബിസിനസ്സിനെ അത് അഫക്ട് ചെയ്യും. പൈസയുടെ വാല്യൂ കുറയും. അതുപോലെ തന്നെ ഇപ്പം റിയൽ എസ്റ്റേറ്റിനകത്ത് ആർക്കും മേടിക്കാൻ പറ്റത്തില്ല, ലാൻഡ് മേടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ലാൻഡ് മേടിക്കാനുള്ള ഒരു അവസ്ഥ ആയിരിക്കത്തില്ല. അപ്പൊ ഉള്ള കാശ് എങ്ങനെങ്കിലും നമ്മുടെ നിത്യച്ചെലവിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന ഒരവസ്ഥ വരും. സോ ലാൻഡിന്റെ വില ഇടിയും. അങ്ങനെയൊക്കെ കുറെ ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. വരാതിരിക്കട്ടെ. സ്റ്റോക്ക് മാർക്കറ്റിലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും. സോ ഇപ്പോഴത്തേക്കും താൽക്കാലികമായ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നവർ ദയവായി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 2 മാസം കഴിയുമ്പോൾ ജോ ബൈഡൻ മാറും, ട്രംപ് വരും. സോ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു യുദ്ധത്തിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുമെന്നാണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലായിട്ട് റിയൽ എസ്റ്റേറ്റോ സ്റ്റോക്കോ ഒക്കെ പിടിക്കാവുന്നതാണ്. ബൂം, എല്ലാ മാർക്കറ്റും ബൂം ആവുന്നതാണ്. സോ അതുവരെ നമ്മള് ഈ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാകട്ടെ, മറ്റേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാകട്ടെ, താൽക്കാലികമായി ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഗോൾഡിന്റെ റേറ്റ് കുത്തനെ ഉയരും. സോ നിങ്ങൾക്ക് ഏതിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് ഇപ്പോഴത്തേക്ക് അതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്.